അബിൻ വർക്കി MLA ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ അബിൻ വർക്കി, ഒരു നടപടി വരികയാണ്, കണിശമായിട്ടുള്ള ഒരു നടപടി. അതിനെ കാണേണ്ടത് എങ്ങനെയാണ്? മാതൃകാപരമായ ശിക്ഷ എന്ന നിലയിലേക്കാണോ ഇതിനെ വിലയിരുത്തേണ്ടത്? എന്താണ് അങ്ങയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? അല്ല, തീർച്ചയായിട്ടും ഈ നടപടി ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. കാരണം ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് അന്ന് കാണുന്ന മുതൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം ഗൺമാന്മാർക്ക് എന്ത് അധികാരമാണ് ഇവരെ അടിക്കാനുള്ളത്? 2 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഒന്ന് AD തോമസും 2 അജയും, ഇവർ കരിങ്കൊടി കാണിച്ചതിന് ശേഷം ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ ഗൺമാന്മാർ അവരെ വീണ്ടും അടിക്കുകയാണ്, വണ്ടിയിൽ നിന്ന് വന്ന് വീണ്ടും അടിക്കുകയാണ്. അപ്പോ ഇത് ഈ സർക്കാർ വന്നതിന് ശേഷം കൃത്യമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് എടുത്ത് ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം കൃത്യമായ റിപ്പോർട്ടായിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്ന്. ഇത് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ്. ഇത് തന്നെയാണ് പഴുതടച്ചുള്ള നടപടി. അല്ല, തീർച്ചയായിട്ടും ഇത് നമ്മൾ നിയമ വിധേയമായിട്ടാണല്ലോ ചെയ്യുള്ളൂ. ഞങ്ങളോടൊക്കെ തുടക്കം ചോദിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് നിയമവിധേയമായ നടപടി ഉണ്ടാവും. ഇത് നിയമവിധേയമായ നടപടിയാണ്. ഇത് ആദ്യം ചെയ്യേണ്ട നടപടിയാണ്. കാരണം ഈ കേസിൽ 2 കൊല്ലം മുമ്പ് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടതാണ്. 2 കൊല്ലമായിട്ട് ഈ സർക്കാരാണ് ഇത് തടഞ്ഞു വെച്ചത്. 2 കൊല്ലം മുമ്പ് തന്നെ ഇതിനകത്ത് നടപടി എടുക്കേണ്ടിയിരുന്നതാണ്. മൊഴി മാറ്റാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ പോരാട്ടം കൂടിയാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് സർക്കാർ വന്നാൽ ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അബിൻ വർക്കി, ഈ നടപടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ റിപ്പോർട്ട്, നേരത്തെ കയ്യിൽ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട്, അട്ടിമറിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അതും ആവശ്യപ്പെടും. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ മുഖ്യമന്ത്രിക്കും അവരുടെ ഭരണ നേതൃത്വത്തിനും വേണ്ടി നിയമവിരുദ്ധമായി അട്ടിമറികൾ നടത്തിയ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും എതിരെ നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഈ കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തിയ കുറെ ഉദ്യോഗസ്ഥരുടെ തേർവാഴ്ചയുണ്ട്, നിയമവിരുദ്ധ തേർവാഴ്ച. ആ തേർവാഴ്ചകൾക്കൊക്കെ എണ്ണി ഞങ്ങൾ മറുപടി ചോദിക്കും. അതിന്റെ എണ്ണലിലെ ആദ്യത്തെ എണ്ണലുകൾ മാത്രമാണിത്. ഇനിയും എത്ര എണ്ണി തീർക്കാനിരിക്കുന്നു, ആ എണ്ണി തീർക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും.